ശരൺ വേണുഗോപാൽ. ഈ പേര് കേട്ടപ്പോൾ ഞാൻ ഇതൊരു സിനിമാറ്റോഗ്രാഫർ അല്ലേ എന്നാണ് ആദ്യം വിചാരിച്ചത്. അത് ശരൺ വേലായുധനാണ് കേട്ടോ. ഇത് ശരൺ വേണുഗോപാൽ. പുള്ളിക്കാരൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. ഇത് വളരെ സ്ലോ പേസിൽ പോകുന്ന, വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ള, അതായത് സൗദി വെള്ളയ്ക്ക പോലത്തെ ആ ഒരു പേസുള്ള ഒരു സിനിമയാണ്. ഇതിലൊരിടത്ത് ഒരു കൊമേഴ്ഷ്യൽ സാധനം പ്രതീക്ഷിക്കേണ്ട, അല്ലാതെ പോകുന്ന ഒരു പടമാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ ഏതെങ്കിലുമൊക്കെ രംഗങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. എനിക്ക് ഒരുപാട് മൊമെൻറ്റ്സ് അങ്ങനെ ഈ സിനിമയിലുണ്ടായിരുന്നു. അതായത് നാരായണി എന്ന് പറയുന്ന ഒരു അമ്മൂമ്മ വാർദ്ധക്യ സഹജമായി വെന്റിലേറ്ററിലാവുന്നു. ഒരു മരണം കാത്തു കിടക്കുകയാണ്. ഇപ്പോൾ മരിക്കുന്ന സമയത്ത് മക്കളൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ 3 മക്കൾ കൂടി ഒരുമിച്ച് വന്ന് താമസിക്കുന്നതാണ്. 3 ആൺമക്കളാണുള്ളത് നാരായണിക്ക്. മൂത്ത മകൻ അലൻസിയർ കൂട്ടത്തിൽ മൂത്തവരെന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു അമ്മാമ സെറ്റപ്പാണ്. നമുക്ക് പേഴ്സണലി ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ കുടുംബത്തിലുണ്ടാവും. അത്രയ്ക്ക് അരഗൻ്റായിട്ടുള്ള ഒരാൾ. കൂട്ടത്തിൽ മൂത്തെന്ന് പറയുമ്പം എൻ്റെ തീരുമാനമാണ് ഫൈനൽ, ഞാൻ പറയുന്നത് ശരി എന്നുള്ള ഒരു അരഗൻസ് ഉള്ള ഒരു കഥാപാത്രം. ഇതിലുള്ള കഥാപാത്രങ്ങൾക്ക് മിക്കയിടത്തും അവരുടെ ഗ്രേ ഷെയ്ഡുകൾ പുറത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ മകൻ ജോജു ജോർജ്, പുള്ളിക്കാരനെ ഒരു അക്കരപ്പൊട്ടനായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. വേറെ വലിയ ഒരു ലക്ഷ്യബോധമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് തള്ളിക്കൊണ്ട് പോവുക എന്നുള്ളത്. ഇതുപോലത്തെ ആൾക്കാരും നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൂന്നാമത്തേത് സുരാജ് UK-യിലാണ് 10-20 വർഷമായിട്ട്. ഇപ്പോൾ അമ്മയുടെ ഈ അവസ്ഥ കണ്ട് വന്നതാണ്. പക്ഷേ സുരാജ് ഇമോഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ വർഷങ്ങളായിട്ട് അവിടെ UK-യിൽ താമസിക്കുന്ന ഒരാളുടെ ഒരു സംസാര രീതി ഒന്നും സുരാജിൽ ഫീൽ ചെയ്യുന്നില്ല. കുറച്ചൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ പറയേണ്ടത്. ഇത് സാധാരണ എല്ലാ പടത്തിലുള്ള സുരാജിനെ പോലെ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. അത്രയും കാലം അവിടെ താമസിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വന്ന ഷെല്ലി കിഷോർ, പുള്ളിക്കാരി ഇപ്പം പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ, പുള്ളി ഷെല്ലി N. കുമാർ, അവരായാലും അവരുടെ മകനായിട്ട് വന്ന തോമസ് മാത്യു, ആനന്ദ സിനിമയുള്ളത്, അവനൊക്കെ ആ ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത് അത് ഗംഭീരമാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ഇവിടെ ഉള്ള ഒരുത്തല്ല, പുറത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഒരുത്തനാണെന്നുള്ളത്. അവൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അഭിനയം അതിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ കുറേ പിള്ളേരൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ഒരു ക്രഷ് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രയും കിടല ടീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കയോട്ടിക് സിറ്റുവേഷനിൽ ബന്ധുക്കളൊക്കെ വന്ന് നിൽക്കുമ്പം എത്ര അടുപ്പമുണ്ടെങ്കിലും ചെറിയൊരു പോയിന്റിൽ ഇവർ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ആൾക്കാർ ഇത്രയും പേര് നിൽക്കുന്നുണ്ട്, ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, കുടുംബമല്ലേ, കുറേ കാലത്തിന് ഒന്നാവുന്നില്ല, ചിലപ്പോൾ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരു ക്യാമറ കൊണ്ട് ഇങ്ങനത്തെ ഒരു വീട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഈ സിനിമ കാണിച്ചു തന്നിട്ടുള്ളത്. തുടക്കമൊക്കെ ഓരോ ക്യാരക്ടറിനും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാണാം. എസ്പെഷ്യലി അലൻസിയറിൻ്റെയൊക്കെ ക്യാരക്ടർ, അലൻസിയർ അതിനെ ക്യാരി ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. 3 തലമുറ, അവരുടെ ചിന്താഗതികൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പഴയ തലമുറയെ നമുക്ക് കാണിച്ചു തരുന്നില്ല, കഥാപാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ സംസാരങ്ങളിൽ അവരുടെ ഒരു രീതി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലൻസിയറിൻ്റെ ഒരു ജനറേഷൻ, അത് കഴിഞ്ഞിട്ട് സുരാജിൻ്റെ ഒരു ജനറേഷൻ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ല തോമസ് മാത്യുവും പിന്നെ ഗാർഗി എന്നൊരു കൊച്ചുണ്ട് അലൻസിയറിൻ്റെ മകളായിട്ട് വരുന്നത്. ഇവരുടെ ഒരു ബോണ്ടിങ് ഉണ്ട്. അത് ഭയങ്കര കിടിലമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പിള്ളേർക്ക് ഈ അമ്മ വൈബ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പാടാണ്. ഒരു സഫോക്കേഷൻ അനുഭവിക്കുന്നുണ്ട്, ഒരു വീർപ്പ് മുട്ടൽ. അതേസമയം മുകളിലത്തെ ജനറേഷനെ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, പക്വതയില്ലാതെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന പുതിയ പിള്ളേർ വെറും വേസ്റ്റുകൾ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ്, ഇതുകൊണ്ട് ഇവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുമ്പോൾ എന്തുമാത്രം അതിലൊരു പുനർജീവനം കിട്ടുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഒറ്റപ്പെട്ട് ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുമ്പോഴേക്കും അവൻ്റെ ക്യാരക്ടർ അങ്ങനെ ഒരു ഷൊണ്ണ എന്ന് വിചാരിക്കുന്നതിനപ്പുറം അവനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി വന്ന് ചെറിയൊരു ഇൻഫ്ലുവൻസ് കൊടുക്കുമ്പോൾ തന്നെ എന്തുമാത്രം വ്യത്യാസങ്ങളാണ് അവനിൽ ഉണ്ടാകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു ജനറേഷൻ്റെ, ഇപ്പം ഇവരുടെ കൂട്ടുകാരിയായിട്ടൊരു പെൺകൊച്ച് വരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു സംസാര രീതിയും കാര്യങ്ങളും, ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഈ ഒരു വൈബ്, പഴയ വൈബ്, ഈ വൈബുകളെല്ലാത്തിൻ്റെ ഒരു മിക്സറും അതിൻ്റെ കോൺഫ്ലിക്ട്സും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ആദ്യ പകുതിയിൽ മൊത്തം. നന്നായിട്ട് എനിക്ക് എൻഗേജിങ് ആയിട്ട് എന്നെ ആസ്വദിക്കാൻ സാധിച്ചു. കുറേ കാര്യങ്ങളൊക്കെ പേഴ്സണലി എൻ്റെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചു. കാരണം ഇതുപോലത്തെ ഒക്കെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ തന്നെ പാട്ടുകൾ വരുമ്പോഴും മ്യൂസിക് വരുമ്പോഴും രാഹുൽ രാജ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ സൗണ്ട് മിക്സിങ് ജിതിൻ ജോസഫാണ് സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ അപ്പു പ്രഭാകരൻ്റെ സിനിമാറ്റോഗ്രാഫി, ഇവരുടെ കഥാപാത്രങ്ങളെ ഒപ്പിയെടുത്തത്, പശ്ചാത്തലം എടുത്തതൊക്കെ നന്നായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് വലിയ സംഭവമൊന്നുമില്ല. ഒരു വീട്ടിൽ പലയിടത്തായിട്ട് പല ആൾക്കാരുടെ ഒരു ക്യാമറ കൊണ്ടുവയ്ക്കുക, ലൈക്ക് ബിഗ് ബോസ് പോലെ. അവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് കൈമാറി വരിക, അവരുടെ ചിന്താഗതിയിലെ വ്യത്യാസങ്ങളും കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങളും അപ്രോച്ചിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും. അങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് പല വിഷയങ്ങളും സ്കാറ്റേഡായിട്ട് ഒരു ക്ലോഷർ ഇല്ലാതെ, ഒരു കൺക്ലൂഷൻ ഇല്ലാതെ ഇങ്ങനെ കാണിച്ചു പോയതുപോലെ എനിക്ക് പലയിടത്തും ഫീൽ ചെയ്തു. എസ്പെഷ്യലി സുരാജിൻ്റെയൊക്കെ ഒരു സീനുണ്ട്. സുരാജ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടും അലൻസിയർ
ഞാനും വിചാരിച്ച് തന്നെ നടന്നില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഭവം സ്പോയിലറാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അവിടെ കയറ്റേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറേ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ അവിടെ ചിന്നിച്ചെതറി പോയതുപോലെ രണ്ടാം പകുതി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. KSEB പണി എന്ന്, അപ്പോൾ ബാക്കി നമുക്ക് കൂടെ വെച്ച് പറയാം. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പോയ സമയത്ത് കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യേണ്ടത് ഇതെന്താണ് എന്നുള്ള സംഭവം അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ പല സീനുകളും സ്കാറ്റേഡ് ആയതുപോലെയും ഫോഴ്സ്ഫുൾ ആയതുപോലെയും എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഇല്ലേ, ആ പടത്തിൽ ഒരു പോലീസ് സ്റ്റേഷനെ നേർക്കാഴ്ച കാണിക്കും പോലെ ഇതിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ കുടുംബങ്ങൾ തമ്മിലുള്ള ആ കോൺഫ്ലിക്ട്സും കാര്യങ്ങളുമൊക്കെ അവർ തമ്മിലുള്ള വഴക്കും, പിന്നെ അവർ തമ്മിൽ സ്നേഹിക്കുന്നതും, അവർ തമ്മിലുള്ള കെയറിങ്ങും, അവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടാവാം, ഏത് ലെവൽ വരെ പോകാം, അതിനപ്പുറം പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് ചെയ്ത് പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പറഞ്ഞില്ലേ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ആ പടത്തോടുള്ള ഒരു കണക്ഷൻ പലയിടത്തും വിട്ടുപോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ട്, ഇത് സ്കാറ്റേഡായിട്ട് നൂല് വിട്ട പട്ടം പോലെ അങ്ങിങ്ങും കറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ച് വന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്. വളരെ പതുക്കെ പോകുന്ന പടങ്ങൾ പറ്റാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഉറക്ക ഗുളിയായിരിക്കും. അവർക്ക് ഇത് വർക്കാവില്ല. ഇതിലൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറോ മറ്റേ കൊമേഴ്ഷ്യൽ എലമെൻറ്റോ ഒന്നുമില്ല. ഇതൊരു ഓഫ് ബീറ്റ് പടമാണ്. ഇതിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാനും അതുപോലെ ഒരുപാട് ക്രിട്ടിക്കലി നല്ല അഭിപ്രായങ്ങൾ വരാനും സാധ്യതയുള്ള ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, സെക്കൻഡ് ഹാഫ് അവിടെ ആയിട്ട് കണക്ഷൻ പോയതുപോലെ ഫീൽ ചെയ്തു. എന്നിരുന്നാലും ഒരു ഓക്കെ അനുഭവമായിരുന്നു നമ്മുടെ നാരായണീൻ്റെ മൂന്നാൻമക്കൾ. എന്തരാ വരട്ടെ.